ഈ മിമ്പറിൽ നമ്മളൊരു സംഘടനകളുടെയും പേരെടുത്ത് പറയാറില്ല. പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്. പരമാവധി ഒരു സംഘടനകളുടെയും പേരെടുത്ത് പറയാറില്ല. പക്ഷേ സമസ്ത എന്ന സംഘടനയെക്കുറിച്ച്, സമസ്ത എന്ന ദ്വലാലത്തിനെ കുറിച്ച്, സമസ്ത എന്ന വഴികേടിനെ കുറിച്ച് ഇനിയും മിമ്പറുകളിൽ പറയാതിരിക്കൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ മുശ്രിക്കുകളോട് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഇബ്രാഹിം നബി നമ്രൂദിനോടും കൂട്ടരോടും വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. മൂസാ നബി ഫിറഔനോടും കൂട്ടരോടും വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം റോമാ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളോട് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഈ പറയപ്പെട്ട ആളുകളുടെ വിശ്വാസത്തിന്റെ കുഴപ്പം എന്തായിരുന്നു? ആകാശത്തെയും ഭൂമിയെയും പടച്ചത് അല്ലാഹു അല്ല, മറ്റാരോ ആണ് എന്നവർ പറഞ്ഞിരുന്നോ? നിങ്ങൾക്ക് അന്നം നൽകുന്നത് അല്ലാഹു അല്ല, മറ്റാരോ ആണെന്ന് അവർ പറഞ്ഞിരുന്നോ? നിങ്ങൾക്ക് കണ്ണും കാതും കയ്യും കാലും കൽവും കിഡ്നിയും നൽകുന്നത് അല്ലാഹു അല്ല, മറ്റാരെങ്കിലും ആണെന്ന് അവർ പറഞ്ഞിരുന്നോ? ഇല്ല, വ്യക്തമായിട്ടില്ല. അത് പരിശുദ്ധ ഖുർആൻ തന്നെ അതിന് തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, ഖുൽ ഫമൻ യംലികു ലക്കും ഫമൻ യംലികു അസ്സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. ആരാണ് ആകാശഭൂമികളെ പടച്ചത്? ആരാണ് കണ്ണും കാതും നൽകിയത്? ആരാണ് നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നത്, ആകാശത്തിൽ നിന്ന് റിസ്ക് തന്നതെന്ന് അവരോട് ചോദിച്ചാൽ, ആരോട് ചോദിച്ചാൽ? ഉത്ബത്തിനോടും ശൈബത്തിനോടും അബൂജഹലിനോടും ചോദിച്ചാൽ അവരുടെ മറുപടി എന്താണ്? അല്ലാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ അധികാരത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ആരാണ്? ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ മറുപടി പറയുകയാണ്, അല്ലാഹു മാത്രമാണ്, അല്ലാഹു മാത്രമാണ്. ഇതാരുടെ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ? മക്കാ മുശ്രിക്കുകളുടെ മറുപടിയാണ്. പരിശുദ്ധ ഖുർആനിലതാ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 84-ാമത്തെ 83-ാമത്തെയും 84-ാമത്തെയും ആയത്തുകളിൽ അല്ലാഹു ചോദിക്കാൻ പറയുകയാണ്, ഖുൽ നബിയെ ചോദിക്കുക, ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ഈ ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ പറയുക. എന്താണ് അവരുടെ മറുപടി? സയഖൂലൂന അല്ലാഹ്, അല്ലാഹുവിൻ്റെതാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. ഖുൽ അഫലാ തദക്കറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോ ആലോചിക്കുന്നില്ലേ? ഖുൽ നബിയെ ചോദിക്കുക, മർ റബ്ബുസ് സമാവാതിസ് സബ്ഇ റബ്ബുൽ അർശിൽ അദീം. ആരുടേതാണ് ഏഴാകാശങ്ങൾ? ആരുടേതാണ് മഹത്തായ സിംഹാസനം എന്നവരോട് ചോദിച്ചാൽ സയഖൂലൂന അല്ലാഹ്, മറുപടി പറയുകയാണ് അല്ലാഹുവിൻ്റെതാണ്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. ആരുടേതാണ് ഏറ്റവും വലിയ രാജാധികാരം? ആരാണ് അഭയം നൽകുന്നവൻ? ആർക്കെതിരാണ് അഭയം ലഭിക്കാത്തവൻ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നതാണ് സയഖൂലൂന അല്ലാഹ്, അല്ലാഹുവിനാണ്, അല്ലാഹുവിനാണ്. എല്ലാത്തിനും മറുപടി അല്ലാഹ്, അല്ലാഹ്, അല്ലാഹ്. ഇത് ആരെ കുറിച്ചായി പറയണത്? കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ചല്ല ഈ പറയണത്. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചും സഹാബികളെ കുറിച്ചും അല്ല പറയുന്നത്. ബദറും ഉഹുദും ഖന്തക്കും എല്ലാം നടത്തിയ, ഇസ്ലാമിനെതിരെ പോരാട്ടം നടത്തിയ മുശ്രിക്കുകളെ കുറിച്ചാ പറയണത്. എന്താ അവര് പറയണത്? അല്ലാഹ് തന്നെ. എന്ത് ചോദിച്ചാൽ അല്ലാഹ് തന്നെ, അല്ലാഹ് തന്നെ, അല്ലാഹ് തന്നെ. ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു? അവിടെയാണ് കാതൽ കിടക്കുന്നത്. അവരിതൊക്കെ അംഗീകരിക്കുകയും ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകുകയും ചെയ്തു. ആകാശപ്പത്തെ പടച്ചതാരാ? അല്ലാഹുവാൻ. നീ ഇബാദത്ത് ചെയ്യുന്നത് ആരെയാണ്? അല്ലാഹുവിനെയും ലാത്തനെയും. ഭൂമിയെ പടച്ചതാരാണ്? അല്ലാഹുവാണ്. നീ ഇബാദത്ത് ചെയ്യുന്ന ആരെയാണ്? ഉസ്സനെയും അല്ലാഹുവിനെയും. ഇവിടെയാണ് പ്രശ്നം. തൗഹീദുൽ ഉലൂഹിയത്തിലുള്ള വള്ളം ചേർക്കൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആയാണ് ഇബാദത്ത്. ثم قرأ رسول الله صلى الله عليه وسلم പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൂടി. എന്താണത്? وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين.
റസൂൽ ഓതിക്കൊടുക്കാണ്. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിക്കുക, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആരാണോ എന്റെ ഇബാദത്തിൽ നിന്ന് കിബറോടെ മാറി നടക്കുന്നത്, നിന്യന്മാരായി അവരെ നരകത്തിൽ കിടക്കുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കാണ്. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ നിസ്കരിക്കാൻ കൈ കെട്ടിയാൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. ദുആയാണ്, ദഅവത്താൻ, അല്ലാഹുവിനെ വിളിക്കാൻ, അല്ലാഹുവിനെ വിളിച്ചു തേടാൻ. ഇനി ഫാത്തിഹ സൂറത്തിന്റെ പകുതി കഴിഞ്ഞാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, കാരുണ്യവാനായ റബ്ബേ, പ്രതിഫല ദിവസത്തിന്റെ രാജാവായ റബ്ബേ, നേരായ മാർഗത്തിൽ ഞങ്ങൾ നയിക്കണേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, നീ കോപിക്കാത്തവരുടെ മാർഗത്തിൽ, വഴിപിഴച്ചു പോകാത്തവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥനയാണ്. അത്തഹിയ്യാത്തുൽ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ റുകൂഇലും സുജൂദിലും അല്ലാഹുമ്മ ഗഫിർലി, അദ്കാറുകളുടെ അവസാനം അല്ലാഹുമ്മ ഗഫിർലി പ്രാർത്ഥന സർവത്ര പ്രാർത്ഥനയാണ്, ദുആയാണ്. അതുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരെ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോ ദുആയെ കുറിച്ച് അല്ലാഹു ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അതിൽ വല്ലാത്തൊരു ആയത്തുണ്ട്. അല്ലാഹു പറഞ്ഞത് അറിയോ? ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലാ യസ്തജീബൂന ലഹു കബാസിത ഇല്ലാ കബാസിത കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. പഠിച്ചോ പറഞ്ഞതാണ്, യഥാർത്ഥത്തിലുള്ള തേട്ടം, യഥാർത്ഥത്തിലുള്ള ദുആ അല്ലാഹുവിനോട് മാത്രമാണ്. അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവരുടെ ഉപമ എങ്ങനെയാണ്? ഒരു നല്ല നീരരുവിയുടെ കരക്ക് പോയി നിൽക്കുക, എന്നിട്ട് നല്ല ദാഹമുണ്ട്, തൊള്ള ഇങ്ങനെ പൊളച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടിട്ട്, തൊള്ള വളർന്ന് വെക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടിയിട്ട് വെക്കുക. ഓന്റെ വായിലേക്ക് വെള്ളം വരുമോ? ഓന്റെ ദാഹം കെടുകൾ ആലോചിച്ചു, കാര്യം എങ്കോന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേയറ്റം ദാഹിക്കുന്ന ഒരു മനുഷ്യൻ നല്ല ശുദ്ധമായ ജലമൊഴുകുന്ന പുഴക്കരയിൽ നിന്നിട്ട് ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നീട്ടി നിൽക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ നിന്നാൽ ഓന്റെ വായിലേക്ക് വെള്ളത്തുമില്ല, ഓന്റെ തൊണ്ട നനയൂല്ല. ഇതാണ് പടച്ചോൻ പറഞ്ഞത്, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവർ ഖിയാമത്ത് നാൾ വരെ വിളിച്ചാലും ഓന്റെ വിളി കേൾക്കൂല്ല, ഉത്തരം ചെയ്യപ്പെടുകയുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ശക്തമായി പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ മിമ്പറിൽ നമ്മളൊരു സംഘടനകളുടെയും പേരെടുത്ത് പറയാറില്ല. പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്, പരമാവധി ഒരു സംഘടനകളുടെയും പേരെടുത്ത് പറയാറില്ല. പക്ഷേ സമസ്ത എന്ന സംഘടനയെ കുറിച്ച്, സമസ്ത എന്ന ദ്വലാലത്തിനെ കുറിച്ച്, സമസ്ത എന്ന വഴികേടിനെ കുറിച്ച് ഇനിയും മിമ്പറുകളിൽ പറയാതിരിക്കൽ വലിയ തുന്മാണ്. കാരണം അത്രയും വലിയ അപകടത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിനെ സമസ്ത എന്ന ശാപം കൈപിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പലതുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം അവിടെ കേട്ടെ, സ്ത്രീകളുടെ പള്ളി പോക്കിന്റെ വിഷയം, മലയാളത്തിലുള്ള ഖുതുബ, പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, എല്ലാം അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഒരു ഭാഗത്തേക്ക് പിന്നെ ചർച്ച ചെയ്യാം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയമായിട്ട് എടുക്കുക. നിങ്ങൾ പടച്ചോനെ വിളിക്കുന്ന വിഷയം അങ്ങോട്ടെടുക്ക്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവസാനം മരിച്ച റബ്ബിലേക്ക് മടങ്ങുമ്പോൾ ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ. അതിന് ഈ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആശയം എന്താണ്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്നും പറയണ്ട, നിങ്ങൾ ഏതെങ്കിലും വലിയ പേര് പറഞ്ഞിട്ട് മരിച്ചാൽ മതി എന്നാണ്. മുദബ്ബിറുൽ ആലം, ഇന്നിപ്പോ ഞാൻ ഒരു മണിക്കൂർ മുമ്പ് കേട്ട ഒരു ഗണ്ണനാണ്. ഗണ്ണന നടത്തുന്നത് ഒരു വലിയ കേരളത്തിലെ പേര് കേട്ട ഒരു ഖുറാഫിയുടെ ശിഷ്യനാണ്. ആ ശിഷ്യൻ പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാണ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? മുദബ്ബിറുൽ ആലം CM മടവൂരാണെന്ന് സ്ഥാപിക്കാണ്. എന്താ മുദബ്ബിറുൽ ആലം? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ആരാണ്? CM മടവൂരാണെന്നാണ്. ഫ്ലൈറ്റ്, പിന്നെ ആകാശത്തൂടെ പറക്കുന്ന 100 കണക്കിന് ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുന്നത് ആരാണ്? CM മടവൂരാണ്. മഴ പെയ്യിക്കുന്നത് ആരാണ്? CM മടവൂരാണ്. കൃഷി മുളപ്പിക്കുന്നത് ആരാണ്? CM മടവൂരാണ്. വല്ലാഹി പ്രിയപ്പെട്ടവരെ, വല്ലാഹി പരിശുദ്ധ ഖുർആൻ നിങ്ങൾ തുറന്നു നോക്കിയാൽ ഈ ളലാലത്തിന്റെ അഹ്ലുകാർ പറയുന്ന ഓരോന്നും, CM മടവൂരിനെ ചാർത്തി കൊടുക്കുന്ന ഓരോ സിഫത്തുകളും അല്ലാഹു അവന്റേതാണെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ്. ആരാണ് മഴ വർഷിപ്പിക്കുന്നവൻ? ഖുർആൻ പറയുന്നു അല്ലാഹ്. ആരാണ് ധാന്യം മുളപ്പിക്കുന്നവൻ? ഖുർആൻ പറയുന്നു അല്ലാഹ്. ആരാണ് ലോകം നിയന്ത്രിക്കുന്നവൻ? ഖുർആൻ പറയുന്നു അല്ലാഹ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അബൂജഹൽ പോലും ഇത്ര കടന്ന വാദം പറഞ്ഞിട്ടില്ല. ആരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന? അബൂജഹലിനോട് ചോദിച്ചാൽ അബൂജഹൽ എന്താ പറയാ അറിയോ? അല്ലാഹ് എന്ന് പറയും, പടച്ചവനാണെന്ന് പറയും. പക്ഷെ അതുപോലും പറയാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്റെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പടച്ചോനെ
പ്രവാചകന്മാരൊക്കെ വന്നിട്ട് ഒരു ഉമ്മത്തും അള്ളാന്റെ പ്രവാചകന്മാർ വരാതെ കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. മാമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാർ വന്നുപോയ ഈ സമുദായത്തിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയധികം ബിംബങ്ങളും എങ്ങനെയാണ് ഇത്രയധികം വിഗ്രഹങ്ങളും ഇത്രയധികം 33 കോടി ദൈവങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് ആലോചിച്ചു പോയിട്ടുണ്ട്. അതിന്റെ മറുപടിയാണ് സമസ്ത. ഒരു സംശയമാണ് നിങ്ങൾക്കതിൽ. അതിന്റെ മറുപടിയാണ് സമസ്ത. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ തൊലികൾ ഉയർത്തിയിട്ട് അതേ പള്ളിയിൽ വെച്ച്, അതേ മിമ്പറുകളിൽ വെച്ച്, അതേ മിഹ്റാബുകളിൽ വെച്ച്, അതേ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഇരിക്കുന്ന സ്റ്റേജുകളിൽ വെച്ച് അള്ളാഹുവിൽ നിന്ന് CM മടങ്ങൂരിലേക്കും മമ്പറത്ത് തങ്ങളിലേക്കും ഔലിയാക്കളിലേക്കും ശുഹദാക്കളിലേക്കും ഈ ഉമ്മത്തിനെ വലിച്ചു കൊണ്ടുപോകുന്നവർ, പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് പിശാചിന്റെ കറുത്ത കരങ്ങൾ അന്ധകാരത്തിലേക്ക് ഈ ഉമ്മത്തിനെ, ഓരോ ഉമ്മത്തിനെയും വലിച്ചു കൊണ്ടുപോയത് എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സംരക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ചെറിയ പ്രയാസമൊന്നുമല്ല. ഞങ്ങളൊക്കെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് പരലോകം പറഞ്ഞാൽ, സ്വർഗവും നരകവും പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, ഇരിക്കാൻ ഇഷ്ടമാണ്, അഭിനന്ദന പ്രവാഹങ്ങളാണ്. ചിലപ്പോ കുടുംബജീവിതങ്ങളെന്ന് പറഞ്ഞു നോക്ക്, സോഷ്യൽ മീഡിയകളത് വൈറലായിരിക്കും. അതിന് താഴെ വന്നിട്ട് എത്ര ആളുകളാണ് മുസ്ലിങ്ങൾ പോലും ഒരുപക്ഷെ അഭിനന്ദനം അർപ്പിക്കും ഏത് വിഷയം പറഞ്ഞാലും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കറകളെന്ന രീതിയിൽ പറയുന്ന ഒരാളുടെ പ്രസംഗത്തിന്റെ താഴെയുള്ള കമന്റുകളൊന്ന് നോക്കി നോക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവിടെ അഭിനന്ദനങ്ങളില്ല, അവിടെ പൂച്ചെണ്ടുകളില്ല, അവിടെ ഹർഷാരവങ്ങളില്ല, അംഗീകാരങ്ങളില്ല. ഒരാളുടെ അംഗീകാരം മാത്രം, ഒരൊറ്റ ശക്തിയുടെ അംഗീകാരം മാത്രം അവിടെ കിട്ടൂ. ജല്ല ജലാലായ റബ്ബിന്റെ അംഗീകാരം. അത് മതി പ്രിയപ്പെട്ടവരെ. ലോകത്ത് സകലനും എതിർത്താലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ദുനിയാവ് ആഖിറവും വിജയിക്കും, പടച്ചവൻ അത് ഏറ്റെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ കലിമത്ത് തൗഹീദ് ജീവിതത്തിൽ ഊട്ടി ഉറപ്പിക്കുകയും അത് മറ്റുള്ളവരോട് ഉച്ചവിസ്തരം പ്രഖ്യാപിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യണം. അപ്പം എന്ത് വിളിക്കപ്പെടും? വഹാബി. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവൻ, അവിടെ കച്ചറുണ്ടാക്കുന്നവൻ, കുഴപ്പമുണ്ടാക്കുന്നവൻ വിളിച്ചോട്ടെ. കാരണം ആ വിളി തന്നെയാണ് പ്രവാചകന്മാരും കേട്ടത്, അമ്പിയാക്കൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കറകളഞ്ഞ വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.